വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ സ്കൂളിലൊന്ന് വീട്ടിൽ വരുമ്പോൾ നേരെ ഫ്രിഡ്ജിൽ പോയി എല്ലാം, അതുപോലെ തന്നെ മമ്മി ചിലപ്പോഴൊക്കെ സ്പെഷ്യലൊക്കെ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ നോക്കിയപ്പോൾ മമ്മി റാസ്കുല എന്ന് പറയുന്ന മിൽക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നോക്കിയപ്പോൾ വലിയൊരു മീനാണ്, ഫ്രഷ് ആയിട്ട് കഴുകി വെച്ചിരുന്നു. അപ്പോൾ നമ്മളത് നോക്കിയപ്പോൾ നമുക്ക് ടി വിയിലൊക്കെ കാണാനായിട്ട് ഫ്രൈ ചെയ്തിങ്ങനെ കഴിക്കില്ലേ, അതുപോലെ കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ ഇന്ന് അതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് കഴിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ മീനാണ് പൊരിക്കാൻ പോകുന്നത്. ഇത് പൊരിക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ മസാല ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മസാല ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ആ മീനിനുള്ള മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് നമ്മളിവിടെ മീൻ മസാല വാങ്ങിയിട്ടുണ്ട്, കുരുമുളകുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ എരി ഇല്ലാത്ത മുളക് ഇടുന്നുണ്ട്, മഞ്ഞപ്പൊടി, എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എന്നിട്ട് കുറച്ച് ഉപ്പ്. അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സ് ആക്കി കുറച്ച് എണ്ണയിടും. അപ്പോൾ നമുക്കിനി മിക്സ് ആക്കാം. അതെ, നമുക്ക് എരി ഇല്ലാത്ത മുളക്. മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനിലോട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇതിൽ മെയിനിൽ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇങ്ങനെ പൊട്ടാറ്റോ റെഡിയാക്കി എടുക്കാം. ഈ ചെറിയ കുക്കറിൽ നമ്മൾ 5 പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഹാഫ് ബോയിൽഡ് ആക്കി എടുക്കണം. ഓക്കെ, ഡോറിക്ക് സാലഡ് ഇതിൻ്റെ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സാലഡ് ഇടാൻ ചെയ്യാം. വെജിറ്റബിളൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പൊട്ടാറ്റോ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ ഈ പൊട്ടാറ്റോന് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ മീനിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും.
അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിനെ ഹാൽഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ സ്കിന്നൊന്നും മാറ്റിയിട്ടില്ല. ഇനി ഇതിൽ നമ്മളിങ്ങനെ നേരത്തെ ഫിഷിനുണ്ടാക്കിയ മസാല ഇതിൽ പുരട്ടിയതിന് ശേഷം ഇതിനെ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. ഡീപ്പ് ഓയിലല്ല, കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എല്ലാ പൊട്ടാറ്റോയിലും നമ്മൾ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. ഇതിൽ കുറച്ച് ഓയിൽ കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് രണ്ട് സൈഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഇതേ എണ്ണയിൽ ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തത് എണ്ണയിൽ തന്നെ ഞാൻ ഇനി മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അത് ഇനി ഇത് പ്ലേറ്റിലിടണം. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇനി ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇതിന്റെ വാലില്ലാത്ത കൊള്ളാത്തണ്ട് നമ്മൾ ഇതിന്റെ വാല് കത്തി അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈഡ് അല്ല, നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് വെക്കണം. വേറെ നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുക്കിംഗ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഫിഷസ് ഫ്രൈ ചെയ്തിട്ടുണ്ട്, സലാഡ് ഉണ്ട്, എന്നിട്ട് പൊട്ടാറ്റോ. ഇത് നോക്കണ്ട, ഡോറയാണ് സ്കൂരൽ കഴിച്ചതാ. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് നമ്മൾ നല്ല വലിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.